അപ്പോൾ നമ്മൾ IMFൻ്റെ കണ്ടീഷണാലിറ്റീസ്, IMF അംഗരാജ്യങ്ങൾക്ക് സഹായങ്ങൾ നൽകുന്ന സമയത്ത് ഒരുപാട് കണ്ടീഷൻസ് പറയും. ആ കണ്ടീഷൻസാണ് നമ്മൾ നോക്കിയത്. എന്നുവെച്ചാൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് കരുതുന്നു. ടാക്സ് റിഫോംസ് നടത്തണം, ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ പരമാവധി വർദ്ധിപ്പിക്കണം. ഇപ്പോൾ ഇന്ത്യയാണെന്ന് ചിന്തിക്കുക. ഇന്ത്യ അപ്പോൾ നമ്മൾ GST ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. അതുപോലെ പബ്ലിക് എൻ്റർപ്രൈസൊക്കെ പരമാവധി ലോസ് കുറയ്ക്കണം. പിന്നെ എക്സ്പോർട്ട് പ്രൊമോഷൻ നടത്തണം, എനർജി കൺസേർവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് IMFൻ്റെ അച്ചീവ്മെൻറ്റ് നോക്കാം. IMF 1945 സ്റ്റാർട്ടായിട്ട് 47 പ്രവർത്തനമൊക്കെ തുടങ്ങിയതിന് ശേഷം എന്തൊക്കെ ലോകത്ത് ഇൻ്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിൽ എന്തൊക്കെ ഗുണങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്ന് നോക്കാം. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇതിന് IMFന്. അപ്പോൾ രാജ്യങ്ങളുടെ കറൻസിയിൽ വലിയ തോതിലുള്ള മൂല്യച്ചോർച്ച അല്ലെങ്കിൽ ഡീവാല്യൂഷൻ ഓഫ് കറൻസി ഇതൊക്കെ പരമാവധി കുറച്ച് നിർത്താൻ ഇതിന് പറ്റി, IMFന് പറ്റി. ഓക്കെ, എന്നാണ് അതിൻ്റെ നേട്ടത്തിൽ അതിൽ പ്രധാനമായിട്ട് ഒരു നേട്ടം ആയിട്ട് പറയുന്നത് അതാണ്. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് IMFന് കുറയ്ക്കാൻ പറ്റി എന്നാണ്. അതാണ് ആദ്യത്തെ ഒരു നേട്ടമായിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ ഇൻ്റർനാഷണൽ ട്രേഡിൽ പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്, ലോകരാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവടം വർദ്ധിപ്പിക്കാൻ IMFന് കഴിഞ്ഞു എന്ന് അടുത്ത നേട്ടമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നതിൻ്റെ കൂടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ വരുന്ന ഡെഫിസിറ്റുകളൊക്കെ കുറേയൊക്കെ അഡ്ജസ്റ്റഡ് ആയിട്ട് മാറ്റാൻ നമ്മുടെ IMFന് കഴിഞ്ഞു. ഇത് തന്നെ ഇതിൻ്റെ ദോഷത്തിൽ വേറെ പലതും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത് വേറെ ഒന്ന്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ഡെഫിസിറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റി. രാജ്യങ്ങളുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ IMFന് പറ്റി. IMF അങ്ങനെ ഒരു മോശപ്പെട്ട സംഘടനയൊന്നുമല്ല. ഏത് സംഘടന ആയാലും ഗുണവും ദോഷവും ഉള്ള പോലെ ഇത് ഒരുപാട് ഗുണപരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മറുഭാഗത്ത് സ്വാഭാവികമായിട്ടും രാജ്യങ്ങളുടെ എക്കോണമിയൊക്കെ തകരുന്ന സമയത്ത് അവർ ചിലപ്പോൾ IMFനൊക്കെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ സ്വാഭാവികമാണ്. പിന്നെ അതുപോലെ ഈ മൾട്ടിപ്പിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിനെ കുറേയൊക്കെ എന്ത് ചെയ്യാൻ പറ്റി, കൺട്രോൾ ചെയ്യാൻ പറ്റി. ഓക്കെ, ഈ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാനും കഴിഞ്ഞു. മൾട്ടിപ്പിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിനെയൊക്കെ കുറേ കൺട്രോൾ ചെയ്യാൻ പറ്റി. ഇപ്പോഴും ചില രാജ്യങ്ങളൊക്കെ മൾട്ടിപ്പിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ട്രേഡിനൊന്ന് ഉപയോഗിക്കാം, അവരുടെ രാജ്യത്ത് വേറൊന്ന് ഉപയോഗിക്കാം, അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. എന്തായാലും IMFന് കുറേയൊക്കെ ഈ മൾട്ടിപ്പിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിനെ തടുക്കാൻ കഴിഞ്ഞു. ഓക്കെ, ഇതിനടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് റേറ്റും പേപ്പർ സ്റ്റാൻഡേർഡ് റേറ്റും മിങ്കിൾ ചെയ്തിട്ടുള്ള ഒരു മോണിറ്ററി സിസ്റ്റം പ്രകാരം എക്സ്ചേഞ്ച് റേറ്റിനെ നല്ല രീതിയിലൊക്കെ സ്റ്റെബിലൈസ് ചെയ്യാൻ കഴിഞ്ഞു. മനസ്സിലായല്ലോ. അപ്പം IMF ഗോൾഡ് സ്റ്റാൻഡേർഡും പേപ്പർ സ്റ്റാൻഡേർഡ് പറയുമ്പോൾ ഇതാണ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ ഗോൾഡും സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റും അല്ലെങ്കിൽ പേപ്പർ സ്റ്റാൻഡേർഡും വഴി എക്സ്ചേഞ്ച് റേറ്റിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ പറ്റി. ഇപ്പോൾ നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ എക്സ്ചേഞ്ച് റേറ്റിനെ സ്റ്റെബിലൈസ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു മനസ്സിൽ എന്താണ് എന്നുള്ളൊരു ഇത് വരും. ഇന്ത്യയുടെ രൂപയുടെ മൂല്യം കൂടുകയും കുറയുകയും, ഇതാണ് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ. ഓക്കെ, അപ്പം വലിയ തോതിലുള്ള ഡീവാല്യൂഷൻ ഓഫ് കറൻസിയുടെ മൂല്യത്തിൽ ഡീവാല്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ ഇടപാടുകളൊക്കെ ആകെ ഒരു പർപ്ലക്സ്ഡ് എന്ന് വെച്ചാൽ നമ്മുടെ ആകെ കുഴഞ്ഞു മറിയും. ഓക്കെ, ഇനി വലിയ തോതിലുള്ള ഈ ഒരു കറൻസി, ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ കറൻസി ഒരു
വിചാരിക്കാത്ത തരത്തിൽ അങ്ങ് ഉയർന്നു പോയാലും അത് മറ്റുള്ള കറൻസികൾക്ക് പ്രയാസമായിട്ട്. അപ്പം കറൻസിയുടെ വാല്യൂ വല്ലാണ്ട് ഉയരുകയോ വല്ലാണ്ട് താവുകയൊക്കെ ചെയ്താൽ സമ്പദ്ഘടനയ്ക്ക് ദോഷമാണ്. അപ്പം അതിനാണ് ഈ ഗോൾഡ് സ്റ്റാൻഡേർഡും പേപ്പർ സ്റ്റാൻഡേർഡൊക്കെ വയ്ക്കുന്നത്. എന്ന് വെച്ചാൽ കറൻസിയുടെ മൂല്യം കുറയുന്ന സമയത്ത് ഈ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥനെ തടുത്തു നിർത്താനായിട്ട് ഗോൾഡ് സ്റ്റാൻഡേർഡ് പേപ്പർ സ്റ്റാൻഡേർഡൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പണം നൽകും. മനസ്സിലായല്ലോ. അപ്പം ഞാനന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ, പേപ്പറിലൊക്കെ കാണാൻ പറ്റും പല രാജ്യങ്ങളിലെ സമ്പദ് വ്യവസ്ഥ തകരുന്ന സമയത്ത് IMFൻ്റെ ലെൻഡിങ് മിനോർമസ് ആയിട്ട് IMF ലെൻഡിങ് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പം അതിന് ഗോൾഡ് സ്റ്റാൻഡേർഡും പേപ്പർ സ്റ്റാൻഡേർഡൊക്കെയാണ് ഉപയോഗിക്കുക. അപ്പോൾ അത് വേറൊരു ഗുണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ മൾട്ടിലാറ്ററൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാക്കിയാൽ IMF. ഓക്കെ, മൾട്ടിലാറ്ററൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് സിസ്റ്റം, ഇൻട്രസ്റ്റ് അല്ല, ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈലാറ്ററൽ കോൺട്രാക്റ്റ്, മൾട്ടിലാറ്ററൽ കോൺട്രാക്റ്റ്, യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഓർത്തുണ്ടാവും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ മൾട്ടിലാറ്ററൽ സിസ്റ്റം ഓഫ് ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളുടെ ഇപ്പം 185ഓളം രാജ്യങ്ങൾ നമ്മുടെ IMFലുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ അവരുടെ IMFലേക്കുള്ള കോൺട്രിബ്യൂഷൻ, ഓക്കെ, 185ഓളം രാജ്യങ്ങൾ IMFലുണ്ട്. അവരുടെ IMFലേക്കുള്ള കോൺട്രിബ്യൂഷൻ അവരുടെ ഈ എക്കണോമിയുടെ ശക്തി പോലെ കൂടിയിട്ടും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ IMFലേക്ക് പൈസ കൊടുക്കുന്നത്, അല്ലെങ്കിൽ മോണിറ്ററി റിസർവ് ഫണ്ടിലേക്കെല്ലാം കൊടുക്കുന്നത് അമേരിക്കയാണ് പറഞ്ഞത്. അതുപോലെ ഒരുപാട് രാജ്യങ്ങൾ ഇങ്ങനെ മൾട്ടിലാറ്ററൽ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് സിസ്റ്റം വഴി IMFലേക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ഈ പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ട്രാൻസാക്ഷൻസ്, ഇങ്ങനെ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ, ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ, ഇതിനെല്ലാം കുറേയൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്, IMFന് പറ്റുന്നുണ്ട്. ഓക്കെ, വേറൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഈ മോണിറ്ററി ഫിനാൻഷ്യൽ പോളിസികൾ, ട്രേഡ് ആൻഡ് എക്സ്ചേഞ്ച് പ്രോബ്ലംസ്, ഇതെല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ട് ധാരാളം ഫോറങ്ങളുണ്ട് ഇവിടെ IMFൽ. ഓക്കെ, അപ്പോൾ ഇത്തരം ഫോറം വഴി നമുക്ക് ഇത്തരം ഫോറത്തിലേക്ക് അംഗരാജ്യങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവർക്ക് ഗൈഡൻസ് നൽകും IMF. അത് വേറൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് പറയുന്നു IMFൻ്റെ. ഓക്കെ, അതുപോലെ കറൻസീൻ്റെ കൺവേർട്ടബിലിറ്റി, മെമ്പർ കൺട്രികൾക്ക് കറൻസി കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം IMF ഒരുക്കി കൊടുക്കുന്നു. അത് വേറൊന്ന്. അതുപോലെ ഈ ലെസ് ഡെവലപ്ഡ് കൺട്രികളെ പല രീതിയിൽ IMF സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ BOP ഡിസീക്വിലിബ്രിയം, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ഡിസീക്വിലിബ്രിയം പരിഹരിക്കാനായിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഡെഫിസിറ്റുള്ള രാജ്യങ്ങൾക്കെല്ലാം ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് പറഞ്ഞാൽ എന്താ, നമ്മുടെ എക്സ്പോർട്ട് കുറയുകയും ഇമ്പോർട്ട് കൂടുകയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ദരിദ്ര രാജ്യങ്ങൾക്ക് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റാണ് ഉണ്ടാവുക. അപ്പോൾ അതിനൊക്കെ കുറേയൊക്കെ രീതിയിൽ പരിഹരിക്കാനായിട്ട് IMF ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഈ ലോങ് ടേമിലേക്കെല്ലാം പൈസ നൽകുന്നു. ലോങ് ടൈം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ലെസ് ഡെവലപ്ഡ് കൺട്രികൾക്ക് കൊടുക്കുന്ന കാരണം അത് അവരുടെ സമ്പദ്ഘടനയ്ക്ക് നല്ലതാണ്. അത് വേറൊന്നാണ്, ഈ ലെസ് ഡെവലപ്ഡ് കൺട്രികളെ സംബന്ധിച്ചിട്ട്. മനസ്സിലായല്ലോ. അതുപോലെ ഈ എക്കണോമിക് പോളിസികൾ, ഗ്രോത്ത് ഓറിയൻറ്റഡ് എക്കണോമിക് പോളിസികൾക്ക് നല്ല രീതിയിലുള്ള സഹകരണങ്ങൾ നൽകുന്നു IMF. അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട IMFൻ്റെ അച്ചീവ്മെൻ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പം പ്രധാനപ്പെട്ട അച്ചീവ്മെൻ്റ് എന്ന് പറയുമ്പോൾ എക്സ്ചേഞ്ച് റേറ്റിന് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവന്നു. ഓക്കെ, പിന്നെ ഇൻ്റർനാഷണൽ ട്രേഡ് കുറേ കൂടി പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ ട്രേഡ് കുറേ വൈഡാവുന്ന സമയത്താണ്, ട്രേഡിൻ്റെ ഒരു പ്രോഗ്രസ്സിനനുസരിച്ചിട്ടാണ് അത്രേ രാജ്യങ്ങളിലെ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡ് കുറേ കൂടി പ്രൊമോട്ടഡായി നമ്മുടെ IMF വന്നതിന് ശേഷം. പിന്നെ BOP, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് നടപടികൾ IMF സ്വീകരിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ. പിന്നെ ഈ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ സിംപ്ലിഫിക്കേഷനും പിന്നെ അതിൻ്റെ റാഷണലൈസേഷനും, മൾട്ടിപ്പിൾ എക്സ്ചേഞ്ച് റേറ്റിനെ
പരമാവധി IMF നിരുത്സാഹപ്പെടുത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ചേഞ്ച് റേറ്റിലൊരു സിംപ്ലിഫിക്കേഷനും റാഷണലൈസേഷനും വരുന്നു. അത് വേറൊരു നേട്ടം. ഓക്കെ. അതുപോലെ മൾട്ടിലാറ്ററൽ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് സിസ്റ്റം വഴി നമുക്ക് കറണ്ട് ട്രാൻസാക്ഷൻ എല്ലാം നടത്താൻ പറ്റുന്ന കാരണം സമ്പദ്ഘടനയ്ക്ക് ഗുണമാണ്. പിന്നെ ഗോൾഡ് സ്റ്റാൻഡേർഡും പേപ്പർ സ്റ്റാൻഡേർഡും വെച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ എല്ലാം തടുത്തു നിർത്തുന്നത്. മുന്നേ ഗോൾഡ് സ്റ്റാൻഡേർഡ് മാത്രമായിരുന്നു. IMF വന്നതിന് ശേഷം പേപ്പർ സ്റ്റാൻഡേർഡ് കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇവർ എക്സ്ചേഞ്ച് റേറ്റിനെ കുറേയൊക്കെ സ്റ്റേബിളാക്കി നിർത്തുന്നു. ഓക്കെ. പിന്നെ ഒരു ഫോറമുണ്ട്, ഫിസ്ക്കൽ, മോണിറ്ററി, ഫിനാൻഷ്യൽ, ട്രേഡ് ആൻഡ് എക്സ്ചേഞ്ച് പ്രോബ്ലംസ് എല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ട് നല്ലൊരു ഫോറം IMFലുണ്ട്. അപ്പോൾ അതുവഴി അംഗരാജ്യങ്ങൾക്ക് ഗൈഡൻസ്, ടെക്നിക്കൽ അസിസ്റ്റൻസ് എല്ലാം നൽകുന്നു. ഓക്കെ. പിന്നെ കറൻസികളെല്ലാം നമുക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു. പിന്നെ ലെസ് ഡെവലപ്ഡ് കൺട്രികളെ ഒരുപാട് സഹായിക്കുന്നു. ഇതൊക്കെയാണ് IMFൻ്റെ മേജർ അച്ചീവ്മെൻറ്റ്സ്. ഓക്കെ. ഇനി ക്രിറ്റിസിസം ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം.